അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു TEC. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടെ സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് റെഡ്മി 9 പവർ ആണ്. റെഡ്മി 9 പ്രോ, റെഡ്മി നോട്ട് 8 പ്രോ അങ്ങനെയൊക്കെ പറയുന്ന പോലെ റെഡ്മി 9 പവർ പുതിയ വേരിയന്റ് ആണ് ഗൈസ്. അപ്പം ഡിസംബർ 17 ഇത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇന്നാണ് ഇത് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം വീഡിയോ അവസാനം വരെ എല്ലാവരെയും കാണുക. ഫുൾ ഡീറ്റെയിൽസ് പറയുന്നതായിരിക്കും. അപ്പം നിങ്ങൾ വീഡിയോ ഫുൾ കാണുക. ഇപ്പം തന്നെ എല്ലാവരും ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ബെൽ ബട്ടൺ തീർച്ചയായിട്ടും എനേബിൾ ചെയ്യുക. കാരണം നെക്സ്റ്റ് പോസ്റ്റ് ഇടുമ്പോൾ വീഡിയോ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. TEC. അപ്പോൾ ഗൈസ് റെഡ്മി 9 പവറിന്റെ കീ ഫീച്ചേഴ്സ് ആണ് പറയാൻ പോകുന്നത്, സ്പെസിഫിക്കേഷൻ. അപ്പം ജസ്റ്റ് ഫുൾ മെയിൻ ഫീച്ചേഴ്സ് ആണ്. അപ്പം ഫസ്റ്റ് വരുന്നത് ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ വരുന്നത് 6.53 ഇഞ്ചാണ് വരുന്നത്. അപ്പം നല്ല ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ലൊരു വിട്ടും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. വീഡിയോ കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഫീല് കാണാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് പ്രോസസ്സറാണ്. പ്രോസസ്സർ വരുന്നത് Qualcomm Snapdragon 662 ആണ്. അപ്പം ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പം ഇപ്പം ഇറങ്ങുന്ന ഫോണിനെല്ലാം വരുന്നത് 600-ന് മേളിലാണ്. അപ്പോൾ ഇതിന് മാത്രമേ ഉള്ളൂ 600 ആ ഒരു റേഞ്ചിൽ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾക്ക് ക്യാമറയിലോട്ട് വരാം. ക്യാമറ വരുന്ന ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സലാണ്. അപ്പം കുഴപ്പമില്ല, നല്ല ഒരു വിട്ടായിരിക്കും വരുന്നത്. അപ്പം റെയർ ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ കോഡ് ക്യാമറയാണ്. നമുക്ക് 4 ക്യാമറ കാണാൻ പറ്റും. പിന്നെ 4 ക്യാമറ. ഫസ്റ്റ് ക്യാമറ വരുന്നത് 48 മെഗാ പിക്സല്, സെക്കൻഡ് ക്യാമറ വരുന്നത് 8 മെഗാ പിക്സല്, പിന്നെ തേർഡ് ക്യാമറ വരുന്നത് 2 മെഗാ പിക്സല്, ലാസ്റ്റ് ക്യാമറ വരുന്നത് 2 മെഗാ പിക്സലുമാണ്. പിന്നെ അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ ഫ്ലാഷും കാണുന്നതായിരിക്കും. അപ്പം നെക്സ്റ്റ് നമ്മുടെ സ്റ്റോറേജിലോട്ട് വരുവാണെങ്കിൽ റാം വരുന്നത് 4 GB റാമാണ്. അപ്പം കുഴപ്പമില്ല, നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ഉണ്ട്, കുഴപ്പമില്ല. 64 GB സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ബാറ്ററിയാണ് എനിക്ക് ഇതിൻ്റെ ഏറ്റവും നല്ല ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. അഡ്വാൻറ്റേജ് ഈ ബാറ്ററിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ നേരം ഇരുന്ന് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കാം. പക്ഷേ ഇത് ഹാർഡ് പ്രോസസ്സർ അല്ല, മീൻസ് ഹാർഡായിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇത് പറ്റത്തില്ല. കാരണം ഇത് ഒരു മിനിമം പർപ്പസ് ആണ്. ഇത് നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാം, പക്ഷേ ഹൈ ക്വാളിറ്റി ഇട്ട് കളിക്കാൻ പറ്റത്തില്ല. കാരണം ഇത് ഗെയിമിംഗ് ഫോൺ അല്ലാത്തതുകൊണ്ടാണ്. പിന്നെ നെക്സ്റ്റ് വരുന്ന ആൻഡ്രോയിഡ് വേർഷനാണ്. ആൻഡ്രോയിഡ് വരുന്ന OS 10 ആണ്, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷനാണ്. അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസാണ്. പ്രൈസ് വരുന്നത് 11,000 ആയിരിക്കും. നമ്മളെ ഇതിനകത്ത് കൊടുത്തേക്കുന്നത് 10,900 ആണ്. 999 അതാണ് ഇതിൻ്റെ പ്രൈസായിട്ട് ഇതിൽ കൊടുത്തേക്കുന്നത്. അപ്പം നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ കളറാണ്. കളറ് വരുന്നത് ഒരു 4 കളർ വരുന്നുണ്ട്. അപ്പോൾ ഈ 4 കളറാണ് നമ്മുടെ ഈ റെഡ്മി 9 പവറിന് വരുന്നത്. എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മേടിക്കുക. അപ്പം ഈ ഫോൺ ഇപ്പം ലോഞ്ച് ആയതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ, TEC.